എത്ര ഭാഗ്യവാൻ ഞാൻ ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തോരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. ജനത്തിന് നേരെ വാൾ വരുന്നത് കണ്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു കാവൽക്കാരൻ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. ആ ഒരു പിക്ചർ വേണം ഇപ്പൊ മനസ്സിൽ വരാൻ. അല്ലാതെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ ഇനി ആരും കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിലെ കാര്യത്തിൽ ചിന്തിക്കരുത്. പിന്നെ ഇത് പട്ടണത്തിന് കാവൽ നിൽക്കുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചതെങ്കിലും പട്ടണത്തിന് കാവൽ നിൽക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? ഇതൊരു ആത്മീക പാഠമാണ്. കർത്താവ് പറയാണ് ആത്മീകമായ, മറ്റേതൊക്കെ ആരെങ്കിലും കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളെ ആക്കിയാൽ മതി, ഇല്ലേ? ഇപ്പൊ ഇതൊക്കെ നോക്കാനും പിടിക്കാനും ഒക്കെ ഇന്ന് ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട്, റഡാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊക്കെ അവരുടെ കാര്യങ്ങൾ വെച്ച് നോക്കിക്കോട്ടെ. പക്ഷേ ഒരു ആത്മീക മുന്നറിയിപ്പ് നൽകുവാൻ ഒരാളെ ജനം തിരഞ്ഞെടുക്കണമെങ്കിൽ അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? ആത്മീക കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ള ആള് ആയിരിക്കണം. അതുകൊണ്ട് ജനം തിരഞ്ഞെടുക്കുന്ന കാവൽക്കാരൻ കള്ളനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കാവൽക്കാരാക്കത്തില്ല. അവൻ സാക്ഷ്യമുള്ളവൻ ആയിരിക്കണം, അവൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അവൻ അവിശ്വസ്തനാണെങ്കിൽ അവനെ കാവൽക്കാരനാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി ഈ ജനം തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കാഴ്ച വെച്ച് ആത്മീകരെന്ന് ചിന്തിക്കുന്നവരെ അവർ തിരഞ്ഞെടുക്കുന്നു. അതെപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ആത്മീക നേതാക്കളെ കാവൽക്കാരാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ മതങ്ങളും അവരുടെ സ്പിരിച്വൽ കാര്യങ്ങൾ നോക്കാൻ ആരെയെങ്കിലുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏൽപ്പിച്ചിട്ടുണ്ട്. പൂജാരിമാരായിരിക്കാം, പുരോഹിതന്മാരായിരിക്കാം, പാസ്റ്റർമാരായിരിക്കാം, ആരും ആയിക്കോട്ടെ, മുല്ല ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ആരെയെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? കാവൽക്കാരാക്കിയിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നത് ഞങ്ങളെയൊക്കെ എല്ലാ ആത്മീക കാര്യങ്ങളിലും മുന്നറിയിപ്പ് തരാൻ ഇവർക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന ഇവരുടെ ചിന്ത. പക്ഷേ ജനം തെരഞ്ഞെടുക്കുന്ന കാവൽക്കാര് മിക്കപ്പോഴും ശരിയായ ആത്മീക കാഴ്ചപ്പാടുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് രണ്ട് കാരണം കൊണ്ടായിരിക്കാം. ഒന്ന്, ജനങ്ങളുടെ ഇഗ്നറൻസ്. ജനങ്ങൾക്ക് ആത്മീയത എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ആത്മീയ നേതാക്കന്മാര് ആത്മീക പക്വതയുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത് മറ്റൊരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആത്മീക നേതൃത്വത്തിന് യോജിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആത്മീയ നേതാക്കളുണ്ട്. അതായത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ശരിയാക്കി തരും, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം നേരെയാകും എന്നൊക്കെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും ഇയാളെ നമുക്കൊരു നേതാവായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സകല ആത്മീക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഇതൊന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാവൽക്കാരൻ, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന ഒരു കാവൽക്കാരൻ മിക്കപ്പോഴും ഒരു പരാജയമാകാനാണ് സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് തന്നെ നല്ല ആത്മീയ കാഴ്ചപ്പാടില്ല. നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകളല്ലേ, നമുക്കൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, ആ സ്പിരിച്വൽ ലോകവുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന ആളുകളല്ല സാധാരണക്കാരായ മനുഷ്യർ. അതുകൊണ്ട് അവര് ആ ആത്മീയതയുടെ പുറമോടിയൊക്കെ കാണുന്ന ഒരാളെ കാണുമ്പോഴത്തേക്ക് ഇയാള് ചിലപ്പോൾ എല്ലാം ശരിയാക്കും കേട്ടോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഒരാളെ അങ്ങ് ലീഡറാക്കും. പിന്നെ അയാൾ പറയുന്നതാണ് നമ്മുടെ ആത്മീക, പിന്നെ അയാൾ ആ തീരുമാനിക്കും നമ്മുടെ ആത്മീയത എന്തായിരിക്കണമെന്ന്. ഇതെപ്പോഴും പറ്റുന്ന പ്രശ്നമാണ്. ഏത് മതത്തിലും പറ്റുന്ന ഒരു വലിയ പ്രശ്നമാണ്. ശരിയായ ആത്മീക പക്വതയില്ലാത്ത നേതാക്കന്മാർ ജനങ്ങളെ വഞ്ചിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ദേശത്തിലെ, ഇവിടെ നമ്മൾ വായിച്ച കാര്യം തന്നെ അതാണ്. നീ നിന്റെ ജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാൻ ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ആ ജനങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കുറഞ്ഞത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആത്മീയമായ വേണ്ടത്ര കാഴ്ചപ്പാടൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാവൽക്കാരനെ വേണമെന്ന് പലപ്പോഴും പറഞ്ഞു. എന്നാൽ ഈ കാവൽക്കാര് മിക്കപ്പോഴും
അവരുദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഈ വാൾ വരുന്നതിനെ കണ്ട് മുന്നറിയിപ്പ് നൽകുന്നതിൽ അത്ര തൽപരരായ ആളുകളൊന്നുമല്ല. അതിന്റെ ഒരു കാരണം ഇവർ പലരും അൺകൺസേൺഡ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെയല്ലേ ഇവർ കാവൽക്കാരാക്കി വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊരു ചിന്തയുണ്ട്, ഈ ജനങ്ങളെ പ്രസാദിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് മിക്കപ്പോഴും ഈ റിലീജിയസ് കാവൽക്കാരൊക്കെ വെറും എന്റർടൈനേഴ്സായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്റർടൈനേഴ്സാണ് കാവൽക്കാരെന്നാ പറയുന്നതെങ്കിലും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിട്ട് അതിനാ അവരുടെ പരിപാടി മുഴുവൻ. ഇപ്പം മറ്റ് മതങ്ങളിലെ കാര്യമൊക്കെ പോട്ടെ, നമ്മുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ ആത്മീകരായി ചിന്തിച്ചിരിക്കുന്ന പല ആളുകളും ഞങ്ങൾ കാവൽക്കാരാണ്, ഞങ്ങൾ ഇതാണ് അതാണെന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ജോലി എന്നാ? നമ്മളെ സുഖിപ്പിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ടല്ലോ, അതിനുവേണ്ടി നമുക്കിഷ്ടമുള്ളത് എന്താണോ അതിങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ഒരു വ്യക്തിയെ ദൈവിക ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് ജനങ്ങളെ സുഖിപ്പിക്കാനല്ല, ജനങ്ങളെ രൂപാന്തരപ്പെടുത്താനാണ്. അതുകൊണ്ട് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളെ അല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ആളുകളെയാണ് നമ്മൾ കാവൽക്കാരാക്കി വെക്കേണ്ടത്. ഇന്ന് ഈ ടിവിയിലും ക്രൂസൈഡിലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ രസിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവര് ഒത്തിരി കളികൾ കളിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇവരെല്ലാം നമ്മുടെ ആത്മീക പൈതൃകമുള്ള അല്ലെങ്കിൽ ആത്മീക നേതൃത്വമാണ്, ഇവരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, ഇവരാണ് ഞങ്ങൾക്ക് വാർണിംഗ് തരുന്നത്. ഇവർ ജന്മം ചെയ്ത ഒരു വാർണിംഗും തരത്തില്ല. പിന്നെ ഇപ്പൊ ജനങ്ങളൊക്കെ എന്നോട് വളരെ അടുത്തിരിക്കുകയാണ്, പോപ്പുലർ ആയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്തിന് ചില കാശുണ്ടാക്കിയേക്കാമെന്നാ പലരുടെയും ചിന്ത. ഈ ടി വിയിലൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, നിങ്ങളുടെ കാവൽക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ പ്രസംഗകരൊക്കെ ടി വി വരും. അവർ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം, ഒരു കുഞ്ഞിന് 250 രൂപ വെച്ച് തന്നാൽ മതി. അതെന്തോന്ന് കാവല്? അതാണോ ആത്മീക കാവൽ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യുക, പിന്നെ ടി വിയിൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ നിങ്ങൾ കുറച്ച് കാശ് തന്നാൽ നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രത്യേകമായി പ്രാർത്ഥിക്കും. അതെന്തോന്ന് പ്രാർത്ഥന? ഇതൊക്കെ കളിപ്പീരാണെന്ന് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇതിനൊക്കെ കാശ് കൊടുക്കുന്നവരുണ്ടല്ലോ. ഏത്? എന്തിനാ? പരസ്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് കേൾക്കാൻ വേണ്ടി എഴുതി കാണിക്കും. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്നാരാണ്, പിന്നെ ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നവർക്കായി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാം, അവരെ എല്ലാ കാവൽ ചെയ്യാനായിട്ട്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ടി വി കൂടെ ഒരു പേരടിച്ചു വന്നാലോ അവരന്നേരം കൈവക്കി ഒന്ന് പ്രാർത്ഥിച്ചാലോ ഒന്നും കാവൽ നടക്കത്തില്ല. കാരണം ഇവരാരും ചെയ്യുന്നത് യഥാർത്ഥ കാവലല്ല. കാര്യം യഥാർത്ഥ കാവൽക്കാരന്റെ ചുമതല എന്താ? മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. നീ ചാകാൻ പോവുകയാണ്, നിനക്ക് നശിക്കാൻ പോവുകയാണ്, നീ നരകത്തിലേക്കാ പോകുന്നതെന്ന് പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ കാവൽക്കാരൻ. അല്ലാത്തതൊക്കെ കള്ളക്കാവലാ. ഇന്ന് ടി വിയിൽ കാണുന്ന കാവൽ പരിപാടി നടത്തുന്ന പല പാർട്ടികളും കള്ളന്മാരാ. കാരണം അവരെന്ത് ചെയ്യുന്നില്ല? വാർണിംഗ് കൊടുക്കുന്നില്ല, മുന്നറിയിപ്പുകളെ നൽകുന്നില്ല. വാൾ വരുമ്പോൾ ആ വാളിനെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. പകരം അവർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു വലയം തീർക്കാം, ഒരു വാളും നിന്നെ സ്പർശിക്കാതെ വണ്ണം ഒരു വലയം തീർക്കാം. എന്തിനാണ് ഈ വാള് വരുമ്പോൾ പ്രാർത്ഥിച്ച് വലയം തീർക്കുകയൊന്നും അല്ല ആവശ്യം. ഈ വാള് വരുമ്പോൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് ആവശ്യം, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് ആവശ്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഈ വാള് ശത്രു കൊണ്ടുവരുന്ന അല്ല എന്നുള്ളതാണ്. അതിവരെ ആദ്യം ഒന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ. ഞാൻ ഈ ആളുകൾ, ഈ പ്രവാചകന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്നിരിക്കുന്ന ശത്രു ആണോ കർത്താവാണോ ഉണ്ടെന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? നമ്മുടെ ജീവിതത്തിലെ പല ദുരന്തങ്ങളും ശത്രു കൊണ്ടുവരുന്നത് അല്ല എന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ ജീവിതത്തിലെ പല ദുരന്തങ്ങളും ആര് കൊണ്ടുവരുന്നതാണ്? ഒന്ന് പറഞ്ഞേ. ആണേ, കർത്താവ് കൊണ്ടുവരുന്നതാ. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം എന്താ? മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ. ആരാ വരുത്തുന്നത്? കർത്താവ്. അപ്പോൾ ഞാൻ ഒരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവം ഉദ്ദേശിക്കുന്നത് മാനസാന്തരമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് മടങ്ങിവരവാണ്.
നമ്മുടെ പാപങ്ങൾ, അതാണ് ദുരന്തങ്ങൾ കൊണ്ടുവരുന്നത്. ദുരന്തങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. അല്ലാതെ അതിന് പ്രാർത്ഥിച്ച് വലയം തീർത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു കാവൽക്കാരന്റെ ചുമതല വാള് വരുമ്പോൾ പ്രാർത്ഥിച്ച് വലയം തീർക്കുകയല്ല. ഒരു കാവൽക്കാരന്റെ ചുമതല, നീ അനുസരിക്കാത്തത് കൊണ്ട്, നീ കള്ളത്തരം കാണിക്കുന്നത് കൊണ്ട്, നീ കള്ളക്കണക്ക് എഴുതുന്നത് കൊണ്ട്, നീ മോഷ്ടിക്കുന്നത് കൊണ്ട്, നീ വ്യഭിചാരം ചെയ്യുന്നത് കൊണ്ട് നിനക്കെതിരെ ദൈവം വാള് വരുത്തുന്നു. ആ ദൈവത്തിന്റെ വാള് പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റുമോ? അത് പ്രാർത്ഥിച്ച് മാറ്റുന്നതല്ല, പ്രത്യുത രൂപാന്തരപ്പെടുമ്പോൾ മാറ്റുന്നതാണ്. രൂപാന്തരപ്പെടുമ്പോൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷന്, ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ അവിടെ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ദൈവത്തിന് മാറ്റം വരത്തില്ല. നമ്മൾ മാറുമ്പോഴേ ദൈവം മാറുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ല ദൈവം മാറുന്നത്, നമ്മൾ മാറുമ്പോഴാണ് ദൈവം മാറുന്നത്. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, യോനായുടെ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ നിനവയിലെ ജനങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ നീ അനുതപിച്ചല്ലോ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? വായിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കണം. നിനവയിലെ ജനങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ചപ്പോൾ കർത്താവ് രൂപാന്തരപ്പെട്ട നല്ല എഴുതിയിരിക്കുന്നത്, അനുതപിച്ച നല്ല എഴുതിയിരിക്കുന്നത്. അവർ കരഞ്ഞു, ഉപവസിച്ചു, മൃഗങ്ങൾ പോലും രട്ടെടുത്തു. അതിനേക്കാളും നിങ്ങൾ തന്നെ ആലോചിച്ച്, പശുവും ആടും ഒക്കെ ചാക്കും പുതച്ചുകൊണ്ട് നടക്കുന്നു. അത്രയ്ക്ക് കഠിന ഉപവാസമായിട്ടും കർത്താവിന് ഒരു രൂപാന്തരം ഉണ്ടായില്ല. എപ്പോഴാണ് രൂപാന്തരം ഉണ്ടായെന്നറിയാമോ? അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് പ്രവൃത്തികളാൽ തെളിയിച്ചപ്പോൾ ദൈവം അനുതപിച്ചു, അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയതുമില്ല. പ്രാർത്ഥിച്ചപ്പോഴല്ല ദൈവത്തിന് രൂപാന്തരം ഉണ്ടായത്. എപ്പോഴാ? പ്രവൃത്തികളാൽ അവരുടെ ദുർമാർഗം അവർ വിട്ടുതിരിഞ്ഞെന്ന് പ്രവൃത്തികളാൽ തെളിഞ്ഞപ്പോൾ. അപ്പൊ ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തെ മാറ്റാനല്ല, ഉപവാസവും പ്രാർത്ഥനയും എന്നെ മാറ്റാനാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉപവാസവും പ്രാർത്ഥനയും എന്നെ മാറ്റാനാണ്. ഞാൻ മാറുമ്പോൾ ദൈവം മാറുകയല്ല. കാര്യം ദൈവം എപ്പോഴും പറയുന്നത് എന്താണ്? ദൈവം ഒരിക്കലും പറയുന്നില്ല ദൈവം അനുതപിച്ചു എന്ന് പറയുന്ന വാക്ക് കറക്റ്റ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് അനുതപിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങളുള്ളതല്ല, അവൻ അനുതപിക്കുകയില്ല. പിന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവം ഹി സോഫ്റ്റൻഡ് ഹിസ് ഹാർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ മനസ്സലിവുള്ളവനായി തീർന്നു. അവൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ രൂപാന്തരപ്പെട്ടോ, എന്നാൽ പിന്നെ ഞാൻ വരുത്താനിരുന്ന അനർത്ഥം ഇനി നിങ്ങൾക്ക് വരുത്തുന്നില്ല. കാരണം അനർത്ഥം ഞാൻ വരുത്തിയത് തന്നെ എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരന്തം വരുമ്പോൾ പ്രാർത്ഥിച്ചു വലയം തീർക്കുന്നവർക്ക് കാശ് അയച്ചു കൊടുത്ത് ആരും നോക്കിയിരിക്കണ്ട. എന്നാ എല്ലാരും മിണ്ടാതിരിക്കുന്നത്? ഒത്തിരി കാശ് പോയി കാണുമല്ലേ? എന്താ ആവശ്യമായിരിക്കുന്നത്? കർത്താവെ, എനിക്കെന്ത് രൂപാന്തരമാണ് വേണ്ടതെന്ന് ദൈവസന്നിധിയിൽ ചോദിച്ച് നമുക്കൊരു രൂപാന്തരം ഉണ്ടാവുകയാണ് ആവശ്യം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ദുരന്തങ്ങൾ അയക്കുന്നത് ദൈവമാണ് എന്ന് യോവേലിന്റെ പ്രവചനം ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോകുകയാണ്, സമയത്തിന്റെ പരിമിതി കൊണ്ട്. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വലിയൊരു ദുരന്തം വരുന്നുണ്ട്. അവിടെ എന്താണ്? തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഭയങ്കര ദുരന്തമാണ്. അപ്പോഴെല്ലാം ഒരുപക്ഷെ അന്ന് ടെലിവിഷൻ പ്രസംഗം ഉണ്ടായിരുന്നേ പറഞ്ഞേനെ, ഇതാ നമ്മൾക്ക് പ്രാർത്ഥനയുടെ സമയമാണിപ്പോൾ, ഇപ്പോൾ പ്രാർത്ഥിച്ച ഈ എല്ലാ അന്ധകാര ശക്തികളെയും നമ്മൾ ബന്ധിക്കുകയാണ്, എല്ലാ പച്ചപ്പുഴവും മാറിപ്പോകട്ടെ, എല്ലാ തുള്ളനും മാറിപ്പോകട്ടെ എന്നൊക്കെ ഒത്തിരി പ്രാർത്ഥന നടന്നു കാണും. പക്ഷെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ രൂപാന്തരപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ 25-ാമത്തെ വാക്യത്തില് വേഴ്സ് 25 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന്. അപ്പൊ ആരാ അയച്ചത്? വെട്ടുക്കിളിയെയും വിട്ടിലിനെയും തുള്ളനെയും പച്ചപ്പുഴുവിനെയും ഒക്കെ ആരാ അയച്ചത്? കർത്താവ് പറയാം, അവരെന്റെ സൈന്യമാണ്, ഞാൻ വിട്ടതാ. എന്തിനാ? നിങ്ങൾ മാനസാന്തരപ്പെടാൻ.
നിങ്ങൾ മാനസാന്തരപ്പെട്ടത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാ? നിങ്ങൾക്ക് അന്ന് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? തിരിച്ചു തരാൻ പോകുകയാണ്. മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ്, അല്ലാതെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഉപവാസം എടുക്കണം, അതിനുവേണ്ടി കരയണം. ദൈവസന്നിധിയിൽ കരഞ്ഞ ഉപവാസം എടുത്ത് എനിക്കൊരു രൂപാന്തരം ഉണ്ടാകണം. അന്നേരം എന്ത് ചെയ്യും? ആ രൂപാന്തരം ഉണ്ടായി എന്ന് ദൈവം കാണുമ്പോൾ നമ്മുടെ വെട്ടുക്കിളിയെയും തുള്ളനുമൊക്കെ നീ പോറാ, ഞാൻ എന്തിനു വേണ്ടി നിന്നെ അയച്ചോ ആ കാര്യം നടന്നു, അതുകൊണ്ട് വെട്ടുക്കിളി പോലെ തുള്ളനും പച്ചപ്പുഴും എല്ലാം ഇങ്ങ് തിരിച്ചു പോരെ എന്ന് കർത്താവ് പറയും. അതിന് തന്നെയല്ല, മഞ്ഞും മഴയും ഒക്കെ അയച്ച് സമൃദ്ധി നമുക്ക് നൽകുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ മാനസാന്തരമാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്, അല്ലാതെ എന്താ ഇതിനെ ശാസിച്ചകറ്റുക എന്നുള്ളതല്ല അവിടുത്തെ ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് ജനങ്ങളാക്കി വച്ചിരിക്കുന്ന ഈ ഇഷ്ടകാവൽക്കാരുണ്ടല്ലോ, ഞാനൊരാളെ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി കമ്മിറ്റി കൂടി ഒരാളെ തെരഞ്ഞെടുത്ത് ഇന്നതാണല്ലോ. ഇന്ന് ദൈവമൊന്നും അല്ലല്ലോ ആരെയും ആക്കുന്നത്, കമ്മിറ്റിയും കൗൺസിലും അല്ലേ. കൗൺസിൽ അയക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റി കൂടി ഭൂരിപക്ഷാഭിപ്രായം തെരഞ്ഞെടുക്കുന്ന ഒരു പാസ്റ്ററോ അച്ഛനോ തിരുമേനിയോ ആരാന്ന് പറഞ്ഞാലും അവർക്കൊന്നും ദൈവഹിതത്തിനനുസരിച്ച് ജനങ്ങളെ നയിക്കാൻ കഴിയത്തില്ല. കാര്യം വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നവന്റെ അടുത്ത ലക്ഷ്യം കൂടുതൽ വോട്ട് അടുത്ത പ്രാവശ്യം നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ വോട്ട് പോകുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല. രാഷ്ട്രീയത്തിൽ അതാണല്ലോ. രാഷ്ട്രീയക്കാരോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക്, ബ്രദറെ അല്ലെങ്കിൽ സഹോദര, അവിടെ നമുക്കൊരു കുറച്ച് വോട്ടുള്ളതാ, അവിടെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും. വോട്ട് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വോട്ടാ പ്രധാനം. രാഷ്ട്രീയക്കാരൻ സഭയ്ക്ക് പുറത്താണെങ്കിലും സഭയ്ക്ക് അകത്താണെങ്കിലും അവൻ ആകെപ്പാടെ എന്ത് മാത്രമേ നോക്കത്തുള്ളൂ? വോട്ട് കിട്ടുമെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. കാര്യം വോട്ട് കിട്ടിയാലേ ഇവന് അധികാരം കിട്ടത്തുള്ളൂ, അധികാരം കിട്ടിയാലേ കസേര കിട്ടത്തുള്ളൂ, കസേര കിട്ടിയാലേ അവിടെ ഇരുന്ന് ഇങ്ങനെ പിന്നെന്തോ സംഭവിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ ഇരുന്ന് അങ്ങ് പശ പിടിച്ചങ്ങ് പോയിരിക്കുക, പിന്നെ അതിനകത്തൊന്നും എണീറ്റ് വരത്തില്ല. ഒരു വ്യാജ സ്വർഗത്തിൽ, വിഡ്ഢി സ്വർഗത്തിൽ അല്ലെ, വിഡ്ഢി സ്വർഗത്തിൽ, സ്വർഗമല്ലത്, അതിനകത്ത് കയറിയിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോട് മാനസാന്തരപ്പെടണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. കാര്യം നിങ്ങളെങ്ങാനും പിണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് പോകും. അതുകൊണ്ട് വോട്ട് നോക്കി നടക്കുന്ന ആളുകൾ, പോപ്പുലറായിട്ട് നടക്കുന്ന ആളുകൾ, അത് പോപ്പുലർ പ്രീച്ചേഴ്സും പറയത്തില്ല. ടിവിയിലെ പോപ്പുലർ പ്രീച്ചേഴ്സ് ആരും നീ മാനസാന്തരപ്പെടണമെന്ന് പറയത്തില്ലല്ലോ, നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല പറയത്തുള്ളൂ. വേറെ വല്ലതും പറയുമോ? അവരാരും മാനസാന്തരപ്പെടണമെന്നും ഇല്ലെങ്കിൽ നീ നശിച്ചു പോകുന്നു, കത്തുന്ന തീപ്പോയി നീ തള്ളിയിടുമെന്ന് ആരെങ്കിലും പറയും? ഒരുതരം പറയത്തില്ലല്ലോ. അവരെല്ലാം പറയുന്നത് ഇന്ന് കർത്താവ് വന്നിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കാനായിട്ട്. പാപിയെ അനുഗ്രഹിക്കാനായിട്ട് എവിടെ ഈ കർത്താവ് വരുന്നത്? എനിക്കറിയത്തില്ല. കർത്താവ് പാപിയെ അനുഗ്രഹിക്കുന്നവന്റെ പാപം മാറ്റിക്കൊണ്ട, അല്ലാതെ അവന് കാറ് കൊടുത്തോണ്ടൊന്നും അല്ല. പോപ്പുലർ പ്രീച്ചേഴ്സിന്റെ പ്രസംഗങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അവരെ പോപ്പുലർ ആക്കിയിരിക്കുന്നു. അവർ ദൈവം പറഞ്ഞിട്ട് വന്നൊന്നുമല്ല, അവർക്ക് നിങ്ങളെ പിണക്കാൻ പറ്റത്തില്ല, അവർ അൺഫെയ്ത്ത്ഫുൾ ആണ്. എത്ര ഭാഗ്യവാൻ ഞാൻ ഈ ലോകയാത്രയിൽ, എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. എത്ര ഭാഗ്യവാൻ ഞാൻ ഈ ലോകയാത്രയിൽ, എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയാ. എത്ര ഭാഗ്യവാൻ